കേരളത്തിലെ പാലങ്ങൾ പൊളിഞ്ഞു വീഴുമ്പോഴും മോദിയും പിണറായിയുമായുള്ള പൊളിയാത്ത പാലമായി ജോൺ ബ്രിട്ടാസ് MP നിലനിൽക്കുകയാണെന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പാണക്കാട് സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. നാട്ടിക ശ്രീനാരായണ ഹാളിൽ UDF കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മുനവർ അലി തങ്ങൾ. ആരാധനകൾ പൊളിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് വികാരങ്ങൾ ഇളക്കി വെച്ചുകൊണ്ട് വോട്ടുകൾ നേടുന്ന ഒരു രീതിയിലേക്ക് ഇവിടെ BJP പോയപ്പോൾ ആ മുറിവുണക്കാൻ ഇവിടെ ഇന്ത്യ മുന്നണിക്കും അത് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിക്കും മാത്രമേ കഴിയൂ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ നമ്മൾ തിരിച്ചു പിടിക്കണം. അതിനുള്ള ഒരു തുടക്കമാവട്ടെ ഈ ത്രിതല പഞ്ചായത്ത് തുടങ്ങി ഇനി അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇനി അടുത്തു വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിലും വളരെ ഗൗരവമായി നമ്മുടെ ജനാധിപത്യം ഇവിടെ കാറ്റിൽ പറന്നു പോകുന്ന SIR പോലുള്ള പദ്ധതികൾ ഇവിടെ എങ്ങനെയാണോ നോട്ട് നിരോധനം ഇവിടെ ഉണ്ടായത്, ഡീമോണറ്റൈസേഷൻ, അതിൻ്റെ ഒരു പകർപ്പ് ഇത് മാത്രമാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ പേരിൽ പറഞ്ഞ് ഇവിടെ പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവരികയുണ്ടായി. ആ ബില്ലിൻ്റെ മറ്റൊരു ഭാഗം അത് നടപ്പിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് മറ്റൊരു രൂപം, കാരണം ഏത് രൂപത്തിലും ഈ ഫാഷിസം കടന്നു വരുന്നൊരു കാലഘട്ടമാണ്. അവിടെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ആ ജാഗ്രത പുലർത്താൻ നമ്മൾ ജനാധിപത്യപരമായ പോരാട്ടം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെ ഈ ഫാഷിസത്തെ എതിർക്കുന്നതിന് പകരം അവർക്ക് ഉടച്ചൂടുന്ന ഈ സർക്കാരിനെ ഇവിടെ നിന്നും പിഴുതെറിയാനും ഇവിടെ കേരളീയ മനസ്സ് സ്വപ്നം കാണുന്ന മനോഹരമായ ഒരു ദൈവത്തിൻ്റെ നാട് ഇവിടെ സമർപ്പിക്കാനും UDF അധികാരത്തിൽ വരേണ്ടതുണ്ട്. UDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് ആറ്റുപറമ്പത്ത് അധ്യക്ഷനായി. AICC സെക്രട്ടറി TN പ്രതാപൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി, KA ഹാറൂൺ റഷീദ്, BR വിജയൻ, അനിൽ പുളിക്കൽ, KA കബീർ, PM സിദ്ദിഖ്, CK ഷാജി, KA റഷീദ്, AN സിദ്ധപ്രസാദ് എന്നിവർ സംസാരിച്ചു. ആ ക്ഷേത്രത്തിലെ ഗോപുര കവാടം ആരോ ചിലർ കത്തിക്കുകയുണ്ടായി. ആ ക്ഷേത്ര ഗോപുര കവാടം കത്തി ചാമ്പലായപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് നിർഭയനായി കടന്നു വന്ന് ആദരണീയനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്, ഈ ക്ഷേത്ര കവാടം ഞങ്ങൾ നിർമ്മിക്കും. തങ്ങൾ ഒന്നുകൂടി പറഞ്ഞു, ഈ നിർമ്മിച്ച ക്ഷേത്ര കവാടത്തിന് ഞങ്ങൾ കാവൽ നിൽക്കും. അങ്ങനെ പറഞ്ഞൊരു കുടുംബത്തിലെ, അങ്ങനെ പറയാൻ ഒരു കുടുംബത്തിനെ കേരളത്തിൽ സാധിക്കൂ. അത് പാണക്കാട് കുടപ്പനക്കുന്ന് തറവാടിന് മാത്രമാണ്.